സംസ്ഥാന റാഗിംഗ് നിയമം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രമേശ് ചെന്നിത്തല കക്ഷി ചേരുമെന്ന വാർത്ത വരുന്നുണ്ട്. കക്ഷി ചേരാനുള്ള അപേക്ഷ നാളെ നൽകും. എസ് ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, ശ്ലാഘനീയമായ സ്വാഗതാർഹമായ ആ തീരുമാനത്തിന്റെ പശ്ചാത്തലം എന്താണ്? എന്തായാലും രാഷ്ട്രീയ നേതാക്കൾ കൂടി അത്തരം ഹർജികളിൽ കക്ഷി ചേരുമ്പോൾ അത് ഹർജിക്ക് ഒരു വെയിറ്റ് കൂടും അല്ലേ ശ്രീകാന്ത്? അഷ്മി, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നേരത്തെ കെൽസ തുടങ്ങി വെച്ച പോരാട്ടം, റാഗിങ്ങിനെതിരായ പോരാട്ടം, അത് ഹൈക്കോടതി അതിനൊപ്പം നിന്നു. ഹൈക്കോടതി വടിയെടുത്തു. ഇതാ ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല കൂടി അതിൽ കക്ഷി ചേരാൻ പോകുന്നു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു. നാളെ കക്ഷി ചേരൽ അപേക്ഷ ഹൈക്കോടതിയിൽ നൽകും എന്നാണ് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ ഇരുന്നവർ ഈ ഇത്തരത്തിലുള്ള ഹർജികൾ വരുമ്പോൾ അതിൽ കക്ഷി ചേരുന്നത് അതിന് വലിയ വെയിറ്റ് ഉണ്ടാകും, അതിന് വലിയ പ്രാധാന്യം കൈവരും. അത് കോടതി ആ രീതിയിൽ. ശ്രീകാന്ത്, ഒരു നിമിഷം ശ്രീകാന്ത് ശ്രീ രമേശ് ചെന്നിത്തല, ഏതായാലും താങ്കൾ ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഈ വിഷയം കൈകാര്യം ചെയ്തതിനേക്കാൾ സങ്കീർണമാണ് ഇപ്പോഴത്തെ നമ്മുടെ കലാലയങ്ങളിലെ സാഹചര്യമെന്ന് സമീപ ദിവസങ്ങളിൽ വന്ന പല സംഭവങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ താങ്കളും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരു ഹർജി നൽകാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത്? ഇതിൽ ശ്രീകണ്ഠൻ നായർ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മള് വിജയകുമാറാണോ? വിജയകുമാർ, കുഴപ്പമില്ല, ഞാനും ഉണ്ട്. വിജയകുമാർ ആത്മീയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുക നിങ്ങളെ നേരിടാനായിട്ട്. അതെ. അപ്പൊ ഇതിനകത്തൊരു ഒരു ചെറിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പൂക്കോട് കോളേജിൽ, വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട 2 കോടതി വിധികൾ വന്നപ്പോൾ ആ കോടതി വിധികളെ നിശ്ചിതമായി ഞാൻ വിമർശിച്ചിരുന്നു. ആദ്യത്തെ CBIയും ആന്റി റാഗിംഗ് സ്ക്വാഡും തയ്യാറാക്കി അതിഗുരുതരമായ അക്രമം ഈ കുട്ടിക്കുണ്ടായി എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടും കേരള ഹൈക്കോടതിയിൽ വന്നപ്പോൾ കേരള ഹൈക്കോടതി ആ റിപ്പോർട്ട്, ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. മാത്രമല്ല എന്നിട്ട് പറഞ്ഞു ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പറഞ്ഞു. ജാമ്യം കൊടുത്ത പോട്ടെ, 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കും. എന്നിട്ട് പറഞ്ഞത് അടുത്ത ബെഞ്ച് പറയുന്നു ഇവർക്ക് പരീക്ഷ എഴുതാമെന്ന് പറയുന്നു. അപ്പോഴാണ് അവരുടെ മാതാപിതാക്കൾ പോയി ജോർജ് പൂന്തോട്ടത്തെ സമീപിച്ച് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സ്റ്റേ വാങ്ങുന്നു. ഞാൻ ഈ 3 ജഡ്ജ്മെന്റും വായിച്ച ശേഷമാണ് കോടതിക്കെതിരെ നിശ്ചിതമായ വിമർശനം കോഴിക്കോട്ടും കോട്ടയത്തും വെച്ച് നടക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കോടതികൾ പെരുമാറാൻ തുടങ്ങിയാൽ റാഗിങ് വീണ്ടും ഉണ്ടാകും. അങ്ങനെ കോട്ടയത്ത് റാഗിങ് ഉണ്ടായി, തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടായി. അപ്പോൾ ഇത് കോടതിയുടെ ഭാഗത്തൊരു ഗുരുതരമായ തെറ്റാണ് ഉണ്ടായത് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചത് എനിക്ക് സന്തോഷമുണ്ട്. രമേശ് ചെന്നിത്തല, ഇവിടെ ആ പൂക്കോട്ടെ വിദ്യാർത്ഥികൾ അപ്പീൽ നിലനിൽക്കെ വീണ്ടും കോളേജിൽ കയറി എന്ന് പറഞ്ഞാൽ ഈ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത് കേവലം 1 വർഷം പൂർത്തിയാകുന്നതിന് ഇപ്പോൾ ആ കുടുംബം കോടതിയിൽ പോയില്ലായിരുന്നെങ്കിൽ ആ കുട്ടികൾ 1 വർഷം പൂർത്തിയാകുന്നതിന് മുന്നേ ആ കോളേജിൽ കയറിയാനേ. അത് മാത്രമല്ല, UGCയുടെ നിർദ്ദേശാനുസരണം രൂപീകരിച്ച ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ഇവർക്ക് തള്ളിക്കളയാൻ എന്റെ അധികാരം. ഇത് തള്ളിക്കളഞ്ഞു. CBIയുടെ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്തറിയോ ആ വിധിയിൽ, ഈ 140 കുട്ടികൾ ചേർന്ന് ഇവനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലാണ്ട് അവർ റാഗ് ചെയ്തില്ലെന്ന്. ആലോചിച്ച് നോക്കിയേ. ഇത് വന്നപ്പോഴാണ് ഞാൻ പരസ്യമായ ഇതിനെതിരെ നിലപാടെടുത്തത്. അപ്പോൾ ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ചൊക്കെ രൂപീകരിച്ചിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി എന്റെ വിമർശനവും KLCയുടെ പെറ്റീഷനും വന്നപ്പോഴാണ് കോടതി ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് പുതിയ ബെഞ്ച് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ആ ബെഞ്ച് രൂപീകരിച്ചപ്പോൾ ഇപ്പോൾ ഇന്ന് ബെഞ്ച് പറയുന്നു ആർക്ക് വേണേലും കക്ഷി ചേരാം. അങ്ങനെ ഞാൻ കക്ഷി ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ കയ്യിൽ ഒത്തിരി റെക്കോർഡുകളുണ്ട്. ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അതുപോലെ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്നൊരു പദ്ധതി നടപ്പാക്കിയ മുൻ ആഭ്യന്തരമന്ത്രിയാണ് ഞാൻ. എനിക്ക് വലിയ വിഷമമുണ്ട് ഇതെല്ലാം കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കക്ഷി ചേരാൻ തീരുമാനിച്ചത്. ഇനിയും കേരളത്തിൽ റാഗിംഗ് ഒരിക്കലും ഉണ്ടാകാത്ത നിലയിലുള്ള ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം അതാണ് ഞാൻ കക്ഷി ചേരാൻ തീരുമാനിച്ചത്. ഓക്കെ താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. തീർച്ചയായിട്ടും താങ്കളുടെ ഈ തീരുമാനം വളരെ നല്ലതായും തോന്നുന്നു. റാഗിങ് ഈ നാട്ടിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കാൻ താങ്കൾ ശ്രമിക്കുക, നല്ല കാര്യമാണ്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, അപ്പോൾ രമേശ് ചെന്നിത്തല കുറച്ച് സീരിയസ് ആയിട്ടാണ്
മാത്രമല്ല അദ്ദേഹത്തിന്റെ പക്കൽ അതിൽ അദ്ദേഹം ഒരുപാട് എഫർട്ട് എടുത്തെന്ന് തോന്നുന്നു. ആഭ്യന്തരമന്ത്രിയായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് ഒരു പ്രോജക്റ്റ് ആയിട്ട് ഈ നടപ്പാക്കിയിരുന്നു. സിദ്ധാർത്ഥന് ആ സംഭവത്തിൽ ആന്റി റാഗിംഗ് സെല്ല് കൊടുത്ത റിപ്പോർട്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്. രമേശ് ചെന്നിത്തല പറയും മട്ടിൽ അത് കോടതി അതിനെ ഗൗരവത്തിലെടുത്തില്ല എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി അതിൽ കോടതിയുടെ മുന്നിൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് ആണല്ലോ അതെ, പ്രോസിക്യൂഷൻ. അതെ. എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥന് വേണ്ടി സ്റ്റേറ്റ് ആണ് വാദിച്ചത്. അതിൽ വീട്ടുകാർക്ക് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് പരാതികളൊക്കെ ഉണ്ട്. ആ കേസ് വേണ്ട വിധത്തിൽ സ്റ്റേറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന പരാതികളുണ്ട്. അപ്പോൾ കേവലം നമ്മൾ കോടതിയെ മാത്രം പ്രോസിക്യൂഷന്റെ ഫെയിലിയർ ഉണ്ടാവും. അത് എങ്ങനെ സംഭവിച്ചതൊക്കെയുള്ളത് നമ്മൾ അന്വേഷിച്ചു പോകേണ്ടതാണ്. ഇല്ല, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ കുട്ടികൾക്ക് തിരികെ കോളേജിലേക്ക് പ്രവേശിക്കാമെന്ന് അനുവാദം കോടതിയെ പ്രേരിപ്പിക്കുന്നത് സ്റ്റേറ്റ് ആണ്. ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ആണ് കേസ് നടത്തുന്നത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ആണ് അവിടെ കേസ് നടത്തുന്നത്. രമേശ് ചെന്നിത്തല പറയും മട്ടിൽ ഇത് ഒരു ഗുരുതരമായ മെനേസ് ആണെന്നും അതിന് ആ രീതിയിൽ തന്നെ സ്റ്റേറ്റും ഭരണകൂടവും പൊതുസമൂഹം എല്ലാവരും കണ്ടാൽ മാത്രമേ അത് സാധ്യവും കാര്യമാവുകയുള്ളൂ. ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, അപ്പോൾ രമേശ് ചെന്നിത്തല അതിൻ്റെ വളരെ ഗുരുതരമായ വശങ്ങൾ പറയുകയായിരുന്നു. വളരെ വിശദമായ ഒരു വാദത്തിലേക്ക് ഈ ഹർജി എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് തന്നെ കോടതിയിൽ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കപ്പെടും എന്നും പ്രതീക്ഷിക്കാമോ ശ്രീകാന്ത്? അഷ്മി, ഇതിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഈ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇത് എത്രത്തോളം ഗൗരവത്തോടെയാണ് കോടതി പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും സീനിയർ മോസ്റ്റ് ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് ആണ് ഇത് രൂപീകരിച്ചതും. അതിൽ പൊതുതാൽപര്യ ഹർജിയുമായി പോയത് ഏതെങ്കിലും വ്യക്തിയല്ല, അത് കെൽസയാണ്. അത് അവരെ കോടതി ശ്ലാഘനീയമായ പ്രവൃത്തിയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ കക്ഷി ചേരാൻ വരുന്ന ആളുകളും നിസ്സാരക്കാരല്ല. മുൻ ആഭ്യന്തരമന്ത്രിയാണ്, മുൻ പ്രതിപക്ഷ നേതാവാണ്, സമുന്നതനായ നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ചില റെക്കോർഡുകളൊക്കെ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെയെങ്കിൽ കോടതിയിൽ ഈ കേസ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നു, വലിയ വാർത്തകൾ ഉണ്ടാകാൻ പോകുന്ന കേസായി മാറാൻ പോകുന്നു.